നിശബ്ദത നിറഞ്ഞൊരു മനോഹരമായ സ്വർണ്ണക്കൊട്ടാരത്തിൽ രാജകുമാരി എലാര താമസിച്ചിരുന്നു. അവൾക്ക് വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അവളുടെ ഹൃദയം സന്തോഷമറിയാത്തതായിരുന്നു. രാവിലെ പഠനം, ഉച്ചയ്ക്ക് രാജകീയ ചായ, വൈകിട്ട് സംഗീതം, എല്ലാ ദിവസവും ഒരേപോലെ. എലാരയുടെ കണ്ണുകൾ കൊട്ടാരജാലകത്തിനപ്പുറത്തേക്ക് നീണ്ടു. പച്ചപ്പുള്ള കുന്നുകളും ഗ്രാമവഴികളും അവളെ വിളിക്കുന്നതായി തോന്നി. എനിക്ക് യഥാർത്ഥ ലോകം കാണണം എന്ന് എലാര മനസ്സിൽ പറഞ്ഞു. ഒരു ശാന്തമായ രാവിലെ എലാര ഒരു ലളിതമായ വസ്ത്രം ധരിച്ചു. കിരീടം മറച്ച് അവൾ ഹൃദയത്തിൽ ധൈര്യം ധരിച്ചു. കാവൽക്കാരെ മറികടന്ന് അവൾ കൊട്ടാരവാതിലുകൾ കടന്നു. ഹൃദയം വേഗത്തിൽ താളമിട്ടു, പക്ഷേ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. ആദ്യമായി അവൾ സ്വതന്ത്രയായി. പുതിയൊരു ലോകം അവളുടെ മുന്നിൽ തുറന്നു. ഗ്രാമത്തിൽ എലാര സ്നേഹമുള്ള ആളുകളെ കണ്ടു. അപ്പക്കാരൻ ചൂടുള്ള അപ്പം നൽകി. കുട്ടികൾ അവളോടൊപ്പം ചിരിച്ചു കളിച്ചു. കർഷകർ അവരുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞു. എലാര ശ്രദ്ധയോടെ കേട്ടു. അവൾ പഠിച്ചു, കേൾക്കുന്നതാണ് ആദ്യത്തെ സഹായം. കാട്ടിൽ മൃഗങ്ങൾ അവളെ സ്വാഗതം ചെയ്തു. മാൻ വഴികാട്ടിയായി, പക്ഷികൾ മുന്നറിയിപ്പായി. തകർന്ന പാലം ഗ്രാമത്തെ നിശ്ചലമാക്കി. എലാര ആളുകളെ ഒന്നിപ്പിച്ചു. ഒരുമിച്ചുള്ള പരിശ്രമം പാലം പുനർനിർമ്മിച്ചു. വറ്റിയ കിണർ ഗ്രാമത്തെ ദുഃഖിപ്പിച്ചു. കുന്നുകളിലൂടെ നടന്ന എലാര ഒരു ജലസ്രോതസ് കണ്ടെത്തി. കാട് അപകടത്തിലായിരുന്നു. എലാര മുന്നിൽ നിന്നു. എല്ലാ ജീവനും സംരക്ഷിക്കപ്പെടണം, അവൾ പറഞ്ഞു. നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രിയിൽ എലാര ചിന്തിച്ചു. കിരീടമല്ല നേതൃപാഠവം, കരുണയും ധൈര്യവുമാണ്. ജനങ്ങളെ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. അവൾ മനസ്സിലൊരു തീരുമാനമെടുത്തു. എലാര കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഇപ്പോൾ അവൾ പഴയ രാജകുമാരിയല്ല, ഒരു നേതാവായിരുന്നു. അവൾ രാജാവിനോടും രാജ്ഞിയോടും എല്ലാം പറഞ്ഞു. നിയമങ്ങൾ മാറി. രാജ്യം സന്തോഷത്തിലായി.